ഹലോ ഗൈസ്, ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യാണ്. ഞങ്ങളൊരു യാത്രയിലാണ്. ഞാനും സുലൈമാനും സുൽത്താനും ആത്തിഫും എല്ലാം അടങ്ങിയ ചെറിയൊരു യാത്ര. ഒരുപാട് നാളുകൾക്ക് ശേഷം ചെയ്യുന്ന യാത്ര ആയതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് യാത്ര തന്നെയാണ്. അതായത് ദമാമിലെ ചൂടിൽ നിന്നും അബഹയുടെ തണുപ്പിലേക്കുള്ള യാത്ര. 1350 കിലോമീറ്ററോളം വരുന്ന ഒരു ലോങ് യാത്ര. ഒരുപാട് കാഴ്ചകളും ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരു ലോങ് യാത്ര നടത്താം. ഞങ്ങളിപ്പോൾ ഉള്ളത് റിയാദിൻ്റെ റോട്ടിലാണ്. ദമാമിൽ നിന്ന് റിയാദിലേക്കുള്ള ഹൈവേയിലാണ്. സൂര്യൻ ഇങ്ങനെ മാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. നല്ല നല്ല കാഴ്ചകളുമായിട്ട് നല്ലൊരു യാത്ര തന്നെയാവും എന്ന പ്രതീക്ഷയിലാണ് ഈ യാത്ര. റിയാദ് റോഡ് അത്യാവശ്യം നല്ല തിരക്കാണ്. കാരണം എല്ലാവർക്കും ലീവ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമായതുകൊണ്ട് തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടുതൽ യാത്ര ചെയ്യുന്ന സമയമാണ്. സമയം പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം രാത്രിയായി തുടങ്ങി. ഞങ്ങൾ റിയാദിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ. റിയാദ് ചെന്ന് റിയാദിൽ നിന്നാണ് നേരെ അബഹയിലേക്ക് പോകുന്നത്. അങ്ങനെ റിയാദ് എത്തിയിരിക്കുകയാണ്. റിയാദിൻ്റെ സിറ്റിയിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. റിയാദ് എപ്പോഴും നല്ല തിരക്കുള്ള ഒരു സിറ്റിയാണ്. ദമാമിനെ അപേക്ഷിച്ച് നല്ല കൂടുതൽ തിരക്കുള്ള ഒരു സ്ഥലം എന്ന് പറയാം. റിയാദിൻ്റെ ഔട്ടറിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പം. റിയാദിൻ്റെ ഔട്ടറിലൂടെയുള്ള യാത്രയാണ്. ഇവിടെ അത്യാവശ്യം തിരക്ക് കുറവാണ്. ഈ ഏരിയ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ടൗണ് വിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്ക് കുറവാണ്. അപ്പോൾ ഈ യാത്രയിൽ മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ചൂടിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതിനേക്കാളുപരി ഒരുപാട് നാളത്തെ പ്ലാനിങ് ആണ് അബഹ എന്ന് പറയുന്നത്. സൗദി അറേബ്യയിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഒരിക്കലെങ്കിലും അബഹയിലേക്കൊരു യാത്ര പോകണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. അതിന് മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നമ്മൾ കാശ്മീരിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് പോലെ സൗദി അറേബ്യയിലുള്ള ആളുകൾ ഏറ്റവും കൂടുതലായിട്ട് അവധി ആഘോഷിക്കാൻ വേണ്ടി പോകുന്നൊരു സ്ഥലമാണ് അബഹ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഹിൽ ഏരിയ ആയിട്ടുള്ളൊരു ഏരിയ, അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള ഏരിയ. അബഹയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ ആ യാത്രയിലാണ്, ആ സ്വപ്നയാത്രയിൽ. നമ്മൾ ആഗ്രഹങ്ങളൊക്കെ വെറും ആഗ്രഹങ്ങളായിട്ട് മാത്രം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കാണ്ട് ആഗ്രഹത്തിന് വേണ്ടി പരിശ്രമിക്കുകയൂടി ചെയ്താൽ അത് നടക്കും എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. 1350 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോവുക എന്നുള്ള ബുദ്ധിമുട്ട് അതൊരു ചലഞ്ചസ് തന്നെയാണെന്നുള്ളത് നമുക്കറിയാം. ആ ചലഞ്ചസ് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ യാത്ര നടത്തുന്നത്. അപ്പോൾ അബഹയുടെ വിശേഷങ്ങളും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം.